സ്വാമിജിയുടെയും ദേവസ്വം ബോർഡ് ചെയർമാൻ്റെയും പ്രഭാഷണത്തിന് മുമ്പായി ഒരു പ്രകാശന കർമ്മം വേദിയിൽ നടക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലയോടനുബന്ധിച്ച് സമ്മേളന ദിവസങ്ങളിൽ ദർശന TV ചാനൽ സംഘടിപ്പിക്കുന്ന ക്വിസിൻ്റെ ചോദ്യാവലിയുടെ പ്രകാശന കർമ്മം അഭിവന്യരായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പുത്തൻചിറ അസീസ് ഹാജി സാഹിബിന് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപുരസരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും മതേതരത്വത്തിൻ്റെയും മതാതീത ആത്മീയതയുടെയും ശക്തനായ വക്താവുമായ സ്വാമിജി ഗുരുരത്നം ജ്ഞാനതപസ്വി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ആദരപുരസരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഈ യോഗാധ്യക്ഷൻ, അതുപോലെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി നോട്ടീസ് മാറി സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ എൻ്റെ പ്രിയങ്കരനായ ET, ഇവിടെ സംസാരിച്ച P. സുരേന്ദ്രൻ അവറുകൾ, TV ചന്ദ്രമോഹൻ അവറുകൾ, ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ചടങ്ങിൽ ഞാൻ സാന്നിധ്യമാകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതേതരത്വം എന്ന വിഷയത്തെ മുൻനിർത്തിയുള്ള ഒരു, പ്രധാനമായും SKSSF പ്രതിനിധാനം ചെയ്യുന്ന, മുന്നോട്ട് വെക്കുന്ന ബഹുസ്വരതയുടെ, മതേതരത്വത്തിൻ്റെ, ആത്മീയതയുടെ, വളരെ സമഞ്ജസമായി സമ്മേളിക്കുന്ന മാനവികതയുടെ ഒരു സന്ദേശമുണ്ട്. ഈ കോൺഫറൻസ് കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിനും രാജ്യാന്തര സമൂഹത്തിനുമൊക്കെ പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന വലിയൊരു സർഗപരമായ ദിശാബോധം ഇവിടെ നിന്ന് ഉരുത്തിരിയും എന്നതിൽ എനിക്ക് സംശയമില്ല. അത്ര ക്രാന്തദർശികളായ, വിശാലമായ മാനവികതയുടെ പ്രയോക്താക്കളായ ആളുകളാണ് ഇതിന് മുന്നിലും പിന്നിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നു. നമ്മുടെ കേരളത്തിൻ്റെ മതേതരത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് മുമ്പും ശേഷവുമെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മതബോധത്തെയും വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെയും അതിൻ്റെ പ്രവർത്തന വീക്ഷണങ്ങളെയുമൊക്കെ വളരെ ആധികാരികമായി പഠിച്ച് പ്രയോഗത്തിലെത്തിച്ച മഹാനായ, മഹാസാത്വിയായ, മഹാമനുഷ്യനായ ശ്രീ ശിഹാബ് തങ്ങൾ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും വ്യക്തിബന്ധമാണ് പലപ്പോഴും ഇതുപോലെയുള്ള പല വേദികളിലും നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുവാൻ പ്രധാനമായും കാരണമായി തീരുന്നത്. വളരെ വിശാലമായ അർത്ഥത്തിൽ, വളരെ ക്രിയാത്മകമായി സമീപിച്ചുകൊണ്ട് ഒട്ടനവധി സംഭാഷണങ്ങൾ ഈ വേദിയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെയൊക്കെ അടിവരയിടുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് ചെയ്യുവാനുള്ളൂ. അതുമാത്രമല്ല, ഒരു ചോദ്യചിഹ്നം പോലെ ഒരു സമയത്തിൻ്റെ സ്ക്രീൻ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. വിശദമായ കാര്യങ്ങളിലേക്ക് പോകുവാൻ ഇപ്പോൾ കഴിയുന്നില്ല. ക്യാപ്സൂൾ പരുവത്തിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ തൻ്റെ ചിക്കാഗോ പ്രസംഗ സമയത്ത് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഭാരതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും മാതാവാണ്. എല്ലാ മതവിശ്വാസങ്ങൾക്കും ഒരുപോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. ഇന്ത്യയിലെ 80% വരെ വരുന്ന
ഹിന്ദു സമുദായത്തിനും ഹിന്ദു മതത്തിനും അതുപോലെ 13-നും 15-നും ഇടയ്ക്ക് ഉള്ള ഇസ്ലാം മതത്തിനും ബാക്കി വരുന്ന മറ്റ് മതങ്ങൾക്കുമൊക്കെ രാജ്യമാകുന്ന വലിയ ഒരു പൂന്തോട്ടത്തിലെ പൂക്കളായി സൗരഭ്യം ചൊരിഞ്ഞുകൊണ്ട് നിലനിൽക്കുവാൻ കഴിയുന്ന ബഹുസ്വരതയുടെ സന്ദേശം, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, സാത്വിക മനസ്സിൻ്റെ ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മതബോധം. ജ്ഞാനത്വത്തിൽ ഏകത്വം സൂചിപ്പിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യവത്തായ ഏറ്റവും വലിയ സന്ദേശം. മറ്റ് രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ സമീപിക്കുന്നത് ഒരിക്കലും സമ്പത്തിൻ്റെ പേരിലോ മറ്റ് ഒരു മാപിനിയുടെ പേരിലോ ഒരു മാനദണ്ഡത്തിൻ്റെ പേരിലോ അല്ല. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ അംഗീകരിക്കുന്നത് പ്രധാനമായും ഇന്ത്യയിലെ മതങ്ങളുടെ മനുഷ്യരുടെ കൂട്ടായ്മയുടെ പേരിലാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, പ്രധാനമായും ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള മുൻവിധി ആണെന്ന് തോന്നുന്നു, ന്യൂനപക്ഷങ്ങളുടെ വലിയ ആശങ്കകൾ അത് ദൂരീകരിക്കുവാനാവാതെ ബോധപൂർവമോ അല്ലാതെയുള്ള ഭരണാധികാരികളുടെ മൗനം, ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി നമ്മുടെ രാജ്യത്ത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഡൽഹിയിലുണ്ടായ തിരഞ്ഞെടുപ്പിലുണ്ടായ മറ്റ് ഭൂരിപക്ഷ കക്ഷികളോടുള്ള നീരാസം, അതൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തെ പുതിയൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന തോന്നൽ ഉളവാക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ ആശാവഹമായ കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത സമയത്ത്, പ്രത്യേകിച്ചും നമ്മുടെ ചാവറ അച്ഛൻ എന്ന ഒരു മഹാനായ ഒരു പിതാവിൻ്റെ ദൈവികമായ ഒരു വിശുദ്ധമായ പദവിയിലേക്ക് എടുത്തുയർത്തപ്പെട്ട ആ സമയത്ത് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ ഇങ്ങനെയുള്ള ചിന്തകളെ ദൂരീകരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഏതർത്ഥത്തിലാണ്? ഇവിടെ നേരത്തെ പാണക്കാട് നമ്മുടെ മുനവറലി ശിഹാബ് തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, ET സൂചിപ്പിക്കുകയുണ്ടായി, ഏതു രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ഏത് വിശ്വാസത്തിലാണെങ്കിലും രാജ്യത്തിൻ്റെ ഭരണാധികാരിയും കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഒന്നിൻ്റെയും വക്താക്കളായി മാറുവാൻ പാടില്ല. അവർ നമ്മുടെ മുന്നിലേക്ക് വെച്ച ചില മൗനം, അർത്ഥഗർഭമായ മൗനം, കനമുള്ള മൗനം, അത് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ വലിയ ആശങ്കകൾ, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തമ്മിലുള്ള വലിയ ആശയപരമായ സ്വത്വപരമായ യുദ്ധം ചർച്ചകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വിദേശത്തുള്ള അക്രമ വിശ്വാസത്തിൻ്റെ ആളുകൾ, നരാധമന്മാരായ രുതിരദാഹികളായ നിണാർത്തി പൂണ്ട അവരുടെ രുതിരദാഹം നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ അതിന് നമ്മുടെ ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കൾ തിരിച്ചു കൊടുത്തത്, പ്രത്യേകിച്ചും ഹിന്ദുമതത്തിലെ എക്സ്ട്രീമിസം കൈകാര്യം ചെയ്യുന്ന ആളുകളെ കൊണ്ട് പല പ്രകാരങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുന്നതിന് കാരണമായ ചില കാര്യങ്ങളും കൂടിയായിരുന്നു. അപ്പോൾ ലോകത്തുടനീളം തീവ്രവാദത്തിൻ്റെ പേരിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് പകരം വെക്കുവാൻ ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയതയുടെ മേലങ്കി അണിഞ്ഞ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ മാനവികതയെയും നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വച്ഛന്തമായ ജീവിത സാഹചര്യങ്ങളെയുമൊക്കെ തുരങ്കം വെക്കുവാൻ പര്യാപ്തമായ
പ്രവർത്തനങ്ങൾക്ക് നേരെ പല വെല്ലുവിളികൾ ഉയർത്തുക ഉണ്ടായി. ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീക്ഷണമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. നാനാജാതി മതസ്ഥരായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം, ആ മതേതരത്വം രാഷ്ട്രത്തിൻ്റെ ഭാവി. രാഷ്ട്രത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് മതേതരത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി വെച്ച സമയത്ത് പൂർവസൂരികളായ, ക്രാന്തദർശികളായ, ചിന്താവിചക്ഷണന്മാരായ, ബുദ്ധി കുതുകികളായ, പണ്ഡിതന്മാരായ ആളുകൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത്. ആ ഭരണഘടനയ്ക്ക് നേരെ ഉള്ള ചില വെല്ലുവിളികളെക്കുറിച്ചാണ് ET ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ആശങ്കപ്പെട്ടത്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമായി നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സ്വച്ഛന്തമായ പ്രവർത്തന രീതികളോട്, പരിതസ്ഥിതികളോട് ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായാൽ തന്നെയും ചാരത്തിൽ നിന്നും ഫിനിക്സ് പക്ഷി ഉയരുന്നത് പോലെ നന്മയുടെ കേദാരങ്ങൾ, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ശാദ്വലമായ പക്ഷികൾ ഉയർന്നു വന്ന ചരിത്രം എന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖണ്ഡത. ബാബറി മസ്ജിദ് ചകർത്തതിനെക്കുറിച്ച്, ആ സമയത്ത് മുസ്ലിം സഹോദരന്മാരുടെ സമ്മേളനത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. രാജ്യത്ത് വിധ്വംസകമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സംയമനത്തോടുകൂടി കാണുന്ന മതനിരപേക്ഷമായ ഒരു സമൂഹമാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശക്തി. ഹിന്ദുവും ഇസ്ലാമും മുസൽമാനും സിഖുകാരനും പാഴ്സിയും യഹൂദനും ജൈനനും ബുദ്ധനുമൊക്കെ ഒരുമിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ ജീവിതത്തിൽ അവരവരുടെ മതസ്വാതന്ത്ര്യം നിലനിർത്തുവാൻ പര്യാപ്തമായ നിലയിൽ സ്വച്ഛന്തമായ ജീവിതക്രമം ഉണ്ടാക്കിക്കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനമായും ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ശ്രീ P. സുരേന്ദ്രൻ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് മതനിരപേക്ഷ കക്ഷിയുടെ ആൾരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന കോൺഗ്രസിൻ്റെ നിസ്സംഗതയെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, ഒരർത്ഥത്തിൽ അത് വളരെ ശരിയാണ്. ബോധപൂർവമായ ചില ശ്രമങ്ങൾ പല പ്രകാരങ്ങളിൽ ബാഹ്യവും ആന്തരികവുമായി ഉണ്ടാകുന്നതിൻ്റെ ബാക്കി പത്രമാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെന്ന് മാത്രമേ നമുക്കതിനെ കാണുവാൻ കഴിയൂ. ഏതൊക്കെ തരത്തിലുള്ള ഇത്തരം ആശങ്കകൾ ഉണ്ടായാൽ തന്നെയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്വമായ, നമ്മുടെ രാജ്യത്തിൻ്റെ തുങ്കമായ, നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മലമായ വിശുദ്ധിയുടെ ഒരു കവചം നമ്മുടെ സമാധാനത്തെയും നമ്മുടെ ശാന്തിയെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സ്നേഹത്തെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തും എന്നുള്ള ഒരു ഉറപ്പ്, അതിൻ്റെ ഒരു സന്ദേശം നമ്മുടെ രാജ്യത്തിന് പകർന്നു കൊടുക്കുവാൻ ഈ വലിയ മഹാസംഗമത്തിന് കഴിയും. വളരെ സന്തോഷകരമായ സ്നേഹത്തിൻ്റെ, മാനവികതയുടെ ഒരു നൈരന്തര്യത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു സമ്മേളനം നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായി തീരട്ടെ. ഒട്ടനവധി ആളുകൾ, ഞാനതിൻ്റെ ഈ പ്രോഗ്രാം നോട്ടീസൊക്കെ കാണുകയുണ്ടായി, ഒട്ടനവധി പണ്ഡിതന്മാർ, ഒട്ടനവധി മനുഷ്യസ്നേഹികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ രംഗങ്ങളിലെ പ്രമുഖരൊക്കെ ഈ വേദികൾ അടുത്ത ദിവസങ്ങളിലായി എത്തിച്ചേരും. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് SKSSFൻ്റെ ഒരു വലിയ ഒരു സന്ദേശം നാളെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും, ബഹുമാന്യനായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹവുമായി വലിയ വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ബിഷപ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതേതര രംഗത്ത് ഒരു വലിയ കൂട്ടായ്മ, ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾക്കതീതമായി മാനവികതയുടെ പേരിൽ വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹവും അദ്ദേഹവുമായി പല തവണ ഞാൻ ചർച്ച ഉണ്ടായി. കഴിഞ്ഞ ഒരു
2 മാസത്തിനു മുമ്പ് മലപ്പുറത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത സമയത്തും അതിനുശേഷമുള്ള സമയത്തുമൊക്കെ പാണക്കാട് കുടുംബാംഗങ്ങളുമൊക്കെയായും അതുപോലെ നമ്മുടെ സമദാനി സാഹിബുമൊക്കെയായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചർച്ച നടത്തുന്നുണ്ട്. കോഴിക്കോടോ കൊച്ചിയോ തിരുവനന്തപുരമോ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ശ്രമവും ചിലപ്പോൾ ദൈവകാരുണ്യത്തിൽ കേരളത്തിൽ നടന്നെന്നിരിക്കാം. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒട്ടനവധി ഇത്ര വലിയ ഒരു ജനസമൂഹം ഈ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് കാണുവാൻ കഴിഞ്ഞതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ പടച്ചവൻ്റെ നാമധേയത്തിൽ നമുക്കെന്ത് നന്മയാണോ ഈ കൂട്ടായ്മ കൊണ്ട് കിട്ടുന്നത് അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ TV ചന്ദ്രമോഹൻ സാർ സംസാരിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. ബഹുമാനരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ തൃശ്ശൂർ ജില്ലയിലെ നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ടെങ്കിലും ഫെഡറേഷൻ്റെ SKSSFൻ്റെ ഇത്ര പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുവാനും നിങ്ങളെ കാണുവാനുമുള്ള ഒരവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി, ഒരു പുണ്യമായി ഞാൻ കരുതുകയാണ്. 25 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനം ഇന്നത്തെ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ സംഘടനാ നേതൃത്വത്തിൻ്റെ അസാമാന്യമായ സംഘടനാ പാടവം, സംഘടനയുടെ കെട്ടുറപ്പ്, അതാണ് എന്നെ യഥാർത്ഥത്തിൽ അതിശയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ കുറേ പ്രധാനപ്പെട്ട ആളുകൾ പ്രസംഗിക്കുന്നതിനേക്കാളേറെ ആ പ്രസംഗം ഗൗരവമായി എടുത്ത് അത് തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ സമ്മേളനം എത്തിച്ചേർന്ന എല്ലാ സഹോദരന്മാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് എനിക്ക് മുൻപ് സംസാരിച്ചത്. മതേതരത്വവും നാടിൻ്റെ ഭാവിയും എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്ന്, രാഷ്ട്രീയത്തിലും മതത്തിൻ്റെ ബന്ധങ്ങളിലും മതപരമായ ചടങ്ങുകളിൽ പോലും കേരളീയർ വളരെ വ്യത്യസ്തരാണ് പല സന്ദർഭങ്ങളിലും എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഒരു സുപ്രധാനമായ വഴിത്തിരിവ് രാജ്യത്തുണ്ടായപ്പോൾ, ബാബരി മസ്ജിദിൻ്റെ പ്രശ്നത്തിലുണ്ടായപ്പോൾ സ്വന്തം അണികളെ, അനുഭാവികളെ, സഹോദരങ്ങളെ അത് നല്ല രീതിയിൽ പറയാനും മനസ്സിലാക്കാനും അവരെ രാജ്യത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും ഈ സംഘടനയ്ക്ക് സാധിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കും. എൻ്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ ET പറഞ്ഞു, മീഡിയാസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഇപ്പോൾ ശ്രദ്ധിക്കണം. മീഡിയാസിനെ ഈ നിലയ്ക്ക് ആക്കിയെടുത്തത് നമ്മളൊക്കെ തന്നെയാണ്. മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏതോ ഒരു ഭാഗത്ത് പെശകുണ്ട് എന്നല്ലേ. നമുക്കാവശ്യമുള്ളപ്പോൾ നമ്മൾ മതങ്ങളെ കുറ്റപ്പെടുത്തിയും നമുക്കാവശ്യമുള്ളപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിനെ കുറ്റപ്പെടുത്തിയും പരസ്പരം സംസാരിച്ച് ജനങ്ങൾക്കിടയിൽ ഇത് രണ്ടും അപകടകരമാണ് എന്ന് വരുത്തി തീർത്തത് നമ്മളൊക്കെ തന്നെയാണ്. അവർക്ക് അത് ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ പ്രചരണം, അതിൻ്റെ സംവിധാനവും ഉണ്ടാക്കാതെ അവർക്ക് സാധിക്കില്ല. പക്ഷേ ചില സന്ദർഭങ്ങളാണ്
ഒരു മതപ്രവാചകനെ ആരോ കല്ലെറിഞ്ഞു. 2 മണിക്കൂറിനകം ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലെ ടെലിവിഷനുകളിൽ ഇന്ത്യയിൽ മതങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളെക്കുറിച്ച് 1-2 മണിക്കൂർ ചർച്ച ആരംഭിച്ചു. എന്നാൽ ഈ സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പെറ്റീഷൻ പോലും വന്നിട്ടില്ല എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തീവണ്ടി ഈ ഒരു മാസത്തിനിടയ്ക്ക് കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് തീവണ്ടിക്ക് നേരെ 10-ൽ താഴെ സംഭവങ്ങൾ, കല്ലെറിഞ്ഞ സംഭവങ്ങളുണ്ടായി. ആരാണ് തീവണ്ടിക്കെതിരായി കല്ലെറിയ? ആർക്കാണ് തീവണ്ടിയോട് വിരോധം? ആരാണ് അതിൽ സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത്? പക്ഷെ അത്തരത്തിലുള്ള ചില സ്വഭാവക്കാര്, മാനസികമായി അത്തരം സ്വഭാവമുള്ള ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് രാഷ്ട്രീയത്തെയും മതത്തെയും ഒരുപോലെ ജനങ്ങളുടെ മുമ്പിൽ പരിഭ്രാന്തരാക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോൾ പറയും കേരളം പ്രബുദ്ധരായ ആളുകളുടെ സംസ്ഥാനമാണ്, ഉത്തരേന്ത്യക്കാർക്ക് യാതൊരു വിവരവും ഇല്ലാത്തവരാണ്. പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ ജനാധിപത്യം വേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നത് ഉത്തരേന്ത്യക്കാരാണ്. ഒരു തെറ്റ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ അവരെ ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ശാസിക്കുന്നത് ഉത്തരേന്ത്യയിലെ വോട്ടർമാരാണ്. അതുകൊണ്ട് മതത്തിൻ്റെ എല്ലാ പിടിയിലും ഇന്ത്യയിലെ ജനാധിപത്യം ശക്തമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സംഘടനയെയോ മതത്തെയോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ തകർന്നു പോകുന്ന ഒരു സംവിധാനമല്ല ഇന്ത്യയിൽ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അണികളെ പോലും നമ്മൾ പരിഭ്രാന്തരാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, പ്രചരണങ്ങൾ അനാവശ്യമാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാസംഗികരൊക്കെ പറഞ്ഞത് നമുക്കൊരു സാംസ്കാരികമായ അടിത്തറയുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. ആ സന്ദർഭങ്ങൾ വ്യത്യസ്തമായ മതങ്ങളിൽപ്പെട്ട ആളുകളെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൂട്ടി ശക്തിപ്രകടനം നടത്തുന്നതെന്ന് പറയുമ്പോൾ അത്തരം ആളുകൾക്ക് മതത്തിൻ്റെ യഥാർത്ഥ സത്യം, സ്നേഹം, സാഹോദര്യം, നന്മ, ത്യാഗം എന്ന് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ പ്രവാചകനും ഭഗവാനുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി യഥാർത്ഥ മതവിശ്വാസി ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനാണ് ഇത്തരം സമ്മേളനങ്ങൾ നമുക്ക് ആവശ്യം. അതല്ലെങ്കിൽ നിരവധി സംഭവങ്ങൾ രാജ്യത്ത് ഉണ്ടാവും. ആ സംഭവങ്ങൾ യാഥാർത്ഥ്യം നമുക്ക് പറയുമ്പോൾ മാത്രമേ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ചില സത്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവുകയില്ല. പക്ഷേ ഇന്ത്യയിലെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെക്കാൾ ഏറെ, രാഷ്ട്രീയ സംഘർഷത്തെക്കാൾ ഏറെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യത്തിനും മാരകമായ അസുഖങ്ങൾക്കെതിരായും നമുക്ക് യോജിച്ച് പോരാടാൻ തീരുമാനിച്ചാൽ മറ്റെല്ലാ പ്രശ്നങ്ങളും പരിധിവരെ ഒതുങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ദൈവവിശ്വാസികളുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. ദേവാലയങ്ങളുടെ വലിപ്പവും വർദ്ധിച്ചു വരികയാണ്, ആഡംബരവും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ നമ്മുടെ ദിനപത്രങ്ങൾ എടുത്തു നോക്കിയാൽ ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും തൊഴുത് തിരിച്ചു വരുന്നവർ ആ മനസ്സ്, ആ ഹൃദയം നന്മയോടെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ എത്തിച്ചേർന്ന് തുറന്ന മനസ്സോടെ രാജ്യത്തിന് മുഴുവൻ നന്മയുണ്ടാകണമേ, എൻ്റെ കുടുംബത്തിന് മുഴുവൻ നന്മയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് വീണ്ടും അതേപോലെ സ്വന്തം വീട്ടിലും സമൂഹത്തിലും ആ മനസ്സോടുകൂടി ജീവിക്കാൻ എന്ന് സാധിക്കുമോ? അപ്പോൾ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹൃതമാവുകയുള്ളൂ. അതുപോലെ ഇതൊരു കുടുംബാംഗങ്ങൾ എന്ന പോലെ
ഒത്തുചേരാനും സമൂഹ നന്മയെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റേതെങ്കിലും മതങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും ഉപദേശം കൊണ്ട് പരിഹൃതമാവുന്നതല്ല ആരുടെയും പ്രശ്നം. ഇതിൽ എന്തെങ്കിലും പരിഹാരം കാണണമെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയേ സാധിക്കുകയുള്ളൂ. അത് ആവശ്യമാണെങ്കിൽ തിരുത്താനും, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്മയോടുകൂടി സംസാരിക്കാനും മറ്റ് മതങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. ആ സാധ്യമായ ഒരു സന്ദർഭം വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വേദിയിൽ നടന്ന ചർച്ചകളെ ക്രോഡീകരിച്ചുകൊണ്ട് നാസർ ഫൈലി കൂടത്തായി സംസാരിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രത്യേകിച്ച് ക്രോഡീകരിക്കപ്പെടേണ്ടതായി ഒന്നുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം എല്ലാവരും ഒരേ കോണിലൂടെ സംസാരിക്കുകയും രാജ്യം ഒരു മതത്തിൻ്റെയും അധിഷ്ഠിതമായ സംവിധാനത്തിൽ കെട്ടിപ്പടുത്തതല്ല എന്നും എല്ലാ മതങ്ങളുടെയും സംഗമവും സൗഹൃദവും നാനാത്വത്തിൽ ഏകത്വവുമാണ് ഭാരതത്തിൻ്റെ മുഖമുദ്ര എന്നും ഇവിടെ മത, രാഷ്ട്രീയ, സാംസ്കാരിക നായകന്മാർ സമർത്ഥിക്കുകയുണ്ടായി. കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന ജനാധിപത്യത്തിൻ്റെ ഒരു കറുത്ത നാളെന്ന പോലെ വിശേഷിപ്പിക്കപ്പെടാൻ വിധത്തിൽ ഫാസിസത്തിൻ്റെ ഒരു ശക്തി അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യമായി ഒരു പ്രഖ്യാപനം നടന്നു, വേദങ്ങളുടെ ഭരണം തിരിച്ചു വന്നു എന്ന്. വേദങ്ങളുടെ ഭരണം തിരിച്ചു വന്നു എന്നത് ഒരു മതാധിഷ്ഠിതമായിരിക്കുന്ന സംസ്കാരത്തിൽ ഭരണം കടന്നു വരുന്നു എന്ന വ്യംഗ്യമായിരിക്കുന്ന സൂചന ആണെങ്കിൽ 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് മുഗൾ ചക്രവർത്തിമാരാണ്. ആ മുഗൾ ചക്രവർത്തിമാർ 5-8 നൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ചിട്ടും സകലമാന ഭരണ സംവിധാനങ്ങളും സകല സംവിധാനങ്ങളും ഈ മുഗൾ ചക്രവർത്തിമാരായ മുസ്ലിം ഭരണാധികാരികളുടെ കൈകളിൽ ഉണ്ടായിട്ട് പോലും ഒരു നിമിഷം പോലും ഈ രാജ്യം ഇസ്ലാമികമാകണമെന്ന് അവരാരും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഇസ്ലാമിക ഭരണത്തെ സംബന്ധിച്ചുകൊണ്ട് അവർ ആലോചിച്ചിട്ടില്ല. പിന്നെ വേദങ്ങളുടെ ഭരണം തിരിച്ചു വന്നു എന്ന് പറയുന്നത് കേവലം ജനാധിപത്യത്തിൽ നടന്നിട്ടുള്ള ചില ദുഷ്പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന ഭരണത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ആ ഭരണ സംവിധാനം കടന്നു വന്നപ്പോൾ വേദങ്ങളുടെ ഭരണം കടന്നു വന്നു എന്ന് പറയുകയും മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങളുടെ വേദങ്ങളെയും ഞങ്ങളുടെ സംസ്കാരങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് ഇന്ത്യയിൽ നിൽക്കാം, അല്ലാത്തവർക്ക് ഇന്ത്യ വിട്ടു പോകാം എന്ന ഒരു പ്രഖ്യാപനം മറ്റൊരു MP നടത്തുന്നത് രാമന്റെ മക്കളും ജാരസന്തതികൾ മാത്രമാണ് ഇന്ത്യയിലെ ജനങ്ങൾ. ഹൈന്ദവർ മുഴുവനും രാമന്റെ മക്കളും അല്ലാത്തവരൊക്കെ ജാരസന്തതികളുമാണ്. ഇവിധം മതാധിഷ്ഠിതമായ സങ്കുചിതമായ ദേശീയതയിലൂടെ കൊണ്ടുപോകുന്ന ഒരു സംസ്കാരമാണ് കഴിഞ്ഞ 6 മാസക്കാലം നമ്മുടെ ഭരണത്തിലിരുന്നത്. മഹാനായ സ്വാമി വിവേകാനന്ദൻ, ഇവിടെ സ്വാമിജി അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് വിശേഷിപ്പിക്കുകയുണ്ടായി. ചതുർവേദങ്ങൾ പഠിച്ച സ്വാമി വിവേകാനന്ദൻ 1900 ആണ്ടിൽ ഫെബ്രുവരി മാസം 1-ാം തീയതി കാലിഫോർണിയ ക്ലബിൽ വെച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തി. അദ്ദേഹം പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് സ്വാമിജി സകല ജനങ്ങളെയും സംബോധന ചെയ്യാൻ അദ്ദേഹം തന്നെ പറഞ്ഞു. എന്നെ അതിനെ പ്രേരിപ്പിച്ചത് മുഹമ്മദീയ ദർശനമാണ്. സ്വാമി വിവേകാനന്ദ സർവസ്വം എന്ന പുസ്തകത്തിലും ഹിസ്റ്ററി ഓഫ് വിവേകാനന്ദൻ എന്ന പുസ്തകത്തിലുമൊക്കെ മഹാനായ സ്വാമിജിയുടെ ഈ പ്രഭാഷണത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാമാണ് എന്നതിനെ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാർ എന്ന് പറയുന്ന വിശ്വമാനവികതയുടെ ഉദാത്തമായിരിക്കുന്ന മനുഷ്യത്വത്തെയാണ് ഹൈന്ദവത വിഭാവന ചെയ്യുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുമ്പോൾ ഞാനും എൻ്റെ കെട്ടിയോളും ഒരു തട്ടാനും മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, അല്ലാത്തവർക്ക് ഇന്ത്യ വിട്ടു പോകണമെന്ന് പറയുന്ന സങ്കുചിതമായ ദേശീയതയിലേക്കുള്ള ദൂരം അത് ഹിന്ദുവിൽ നിന്ന് ഹിന്ദുത്വത്തിലേക്കുള്ള ദൂരമാണ്, മനുഷ്യനിൽ നിന്ന് മൃഗത്തിലേക്കുള്ള ദൂരമാണ്. ഇന്ത്യ വിഭാവന ചെയ്യുന്നത് മാനവികതയാണ്. ആർഷഭാരതമോ ഇന്ത്യൻ സംസ്കാരമോ ഭാരതത്തിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ അത് നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെതാണ്. ഒരു വേദങ്ങളുടെ ഭരണത്തിലും സങ്കുചിതമായ ആശയത്തെ ആരും അടിച്ചേൽപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് 6 മാസക്കാലം അധികാരത്തിലിരുന്നവർ ആ 6 മാസത്തിൻ്റെ ബാക്കി പത്രം എന്നോണം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നു.
ഇന്ദ്രപ്രസ്ഥത്തിന്റെ നരേന്ദ്രമോദിയുടെ മൂക്കിന് മുമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചൂല് കൊണ്ടാണ് കെജ്രിവാൾ തിരിച്ചടിച്ചത്. ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തോളിലേറ്റുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പൂന്താനം പാടിയത് ഇന്ന് നരേന്ദ്രമോദിയെ കുറിച്ച് കൊണ്ടാണോ എന്ന് പോലും ചോദിക്കാൻ വിധത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിയപ്പോൾ വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ ശൂന്യതം വിട്ട് അയ്യോ ശിവശിവ എന്ന് വിലപിക്കുന്ന പൈതൃക പാരമ്പര്യ നൂറ്റാണ്ട് പഴക്കമുള്ള രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അപജയത്തിൽ കേവലം ഒരു കെജ്രിവാൾ വിജയം വരിച്ചു വരുന്നു. കെജ്രിവാൾ വിജയം വരിക്കാനുണ്ടായ സാഹചര്യം 6 മാസക്കാലം നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് 5 ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ തകർത്തുകൊണ്ടും ആര്യ സംസ്കാരത്തെ നാട്ടിൽ അടിച്ചേൽപ്പിക്കണം എന്ന അജണ്ട വെച്ചുകൊണ്ടുമായിരുന്നു. അതാണ് പരാജയം. വർഗീയതയാണ് നാടിന് ഏറ്റവും വലിയ ശാപം എന്നും പറയപ്പെട്ടു. നമുക്കറിയാം 10 ലക്ഷം രൂപയുടെ ഒരു കോട്ട് മോഡി എന്ന് എഴുതിക്കൊണ്ടാണ് മോഡി കൂട്ടി ചമയം തേച്ചുകൊണ്ട് നരേന്ദ്രമോദി ബരാക് ഒബാമയെ സ്വീകരിച്ചത്. പരവതാനി വിരിച്ചു, സുഖലോലുപതയിൽ വാഴിച്ചു. യാത്ര അയക്കുന്ന സമയത്ത് മോഡിയോട് ബരാക് ഒബാമ പറയുന്നു താൻ ശരിയല്ല, തൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വർഗീയ കലാപങ്ങളാണ് നാടിന് ഏറ്റവും വലിയ ശാപം. ഗാന്ധിവധം രാജ്യത്തിൻ്റെ ശാപമാണ്. ബാബരി മസ്ജിദിന്റെ ധ്വംസനം രാജ്യത്തിൻ്റെ ശാപമാണ്. ബോംബെ കലാപം, ജാംഷഡ്പൂർ, മൊറാദാബാദ്, ഗാസിയാബാദ്, അഹമ്മദാബാദ്, അലഹബാദ്, ഭീവണ്ടി, പ്രേംസൂറത്ത്, ഗുജറാത്തും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ കബന്ധങ്ങൾ നിറഞ്ഞ വർഗീയ കലാപം രാജ്യത്തിൻ്റെ ശാപമാണ്. ഇന്ത്യ രക്ഷപ്പെടണോ മോഡിസം അല്ലെങ്കിൽ വർഗീയത തുടച്ചു മാറ്റണം എന്നാണ് നരേന്ദ്രമോദി സ്വീകരിച്ച് പരവതാനി വിരിച്ചുകൊണ്ട് കോട്ട് ചമയിച്ച് അയാളെ സ്വീകരിച്ചിട്ടുള്ള ആ സാമ്രാജ്യത്വവാദിയാണെങ്കിൽ പോലും നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ കള്ളനെ തിരിച്ചറിഞ്ഞു. ഈ വിധം ബരാക് ഒബാമയെ നരേന്ദ്രമോദി വെട്ടി തുറന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. അഥവാ രാജ്യത്തിൻ്റെ ശാപം വർഗീയതയാണ്. ആ ശാപത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് വർഗീയവാദി രാജ്യത്തെ ഭരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന് തിരിച്ചടിയാണ് കെജ്രിവാൾ തൻ്റെ ചൂല് കൊണ്ട് നിർവഹിച്ചിരിക്കുന്നത്. ഒരു കാര്യം വളരെ മനസ്സിലാക്കണം, സ്വന്തമായി ആരും അഹന്ത നടിക്കണ്ട. കൈയും കാലും അഹങ്കാരത്തിന് എങ്ങനെ വെച്ചോ അതായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത്. പാവപ്പെട്ടവന്റെ ഭാഷ പറഞ്ഞില്ല. വലിയ വലിയ ബിസിനസ്സുകാരൻ്റെ വിടുവായിത്തം വിട്ടുകൊണ്ടാണ് മോഡി സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അടിയിലെ മണ്ണിളകിയത് 6 മാസക്കാലം കൊണ്ടാണ്. തകർത്തെറിയപ്പെട്ടു. ഇവിടെ നൽകുന്നൊരു പാഠം വർഗീയതയെ തുടച്ചു നീക്കാൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കരുത്തുണ്ട് എന്നാണ്. മതേതര സംവിധാനങ്ങൾക്കും ജനാധിപത്യ സംവിധാനത്തിനും പക്വതയും പ്രായപൂർത്തിയും എത്തി എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഡൽഹി തെരഞ്ഞെടുപ്പ്. 6 മാസം കാലം കൊണ്ട് പറഞ്ഞത് ഒരു മതത്തിൽ അധിഷ്ഠിതമായി ഭരിക്കുമെന്നാണ്. അതിൻ്റെ ഒരു സാമ്പിൾ പ്രയോഗിച്ച് നോക്കിയതാണ് നമ്മുടെ നാട് ഏറ്റവും ശാപമായി കരുതുന്ന നിർബന്ധ മതപരിവർത്തനം എന്ന ഒരു പുതിയ പേരിട്ടു, ഗർവാപസി, തറവാട്ടിലേക്ക് മടങ്ങൂ എന്ന്. ഈ തറവാട് ഏതാണ്? അന്ന് തറവാട് വിട്ടു പോകുന്നത് സ്വജനപക്ഷ ഉച്ചനീചത്വത്തിൻ്റെ പേരിലാണ്. മഹാനായ BR അംബേദ്കർ തൻ്റെ ജാതി നിർമൂലനം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു, രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗ്ഗക്കാരായ ദലിതുകാരും ഈഴവരും നടന്നു പോകുന്ന വഴിയിൽ ചിരട്ട വെച്ച് കെട്ടണം. എന്താ കാര്യം? ബ്രാഹ്മണന്റെ ഇന്ത്യ, ഈ ബ്രാഹ്മണന്റെ ഭൂമി അയിത്തമാവാതിരിക്കാൻ. തുപ്പേണ്ടി വന്നാൽ ഈ പാത്രത്തിൽ തുപ്പിക്കൊള്ളണം. ഇംവിധം ജാതിയുടെ നടപ്പാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു ഇവിടെ, തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നു. ഒരു ടാപ്പിൽ വെള്ളം കുടിക്കാൻ പാടില്ല, ഒരു കുളത്തിൽ കുളിക്കാൻ പാടില്ല, ഒരു സുപ്പർക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒരു പായൽ കിടക്കാൻ പാടില്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഈഴവനും പുലയനും തീയനും ചെറുമനും മനുഷ്യനാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമാണ്. അവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും മഹാപിള്ള അന്തസ്സുള്ള മനുഷ്യനായി. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂടുകൂട്ടി വന്നു. തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്തെ മുഴുവനും, മീനാക്ഷിപുരം മുഴുവനും റഹ്മത്ത് നഗറായത് ദലിതുകാരൻ അടിച്ചമർത്തപ്പെട്ടപ്പോൾ അവൻ ഉജ്ജ്വലമായിരിക്കുന്ന മനുഷ്യത്വത്തെ കൊടുത്തത് ഇസ്ലാമാണ്. പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ തോമസ് ആർനൈഡ് പറയുന്നൊരു വാക്യമുണ്ട്, മഴയ്ക്ക് വേണ്ടി കേഴുന്ന വേഴാമ്പലിനെ പോലെ നീതിക്ക് വേണ്ടി കേഴുന്ന ദലിതുകാർ. അന്ന് നീതിയുടെ നീരുറവ ചൊരിച്ചു കൊടുത്തത് മുസ്ലിമീങ്ങൾ വന്നപ്പോഴാണ്. ആ നീരുറവ ഊറ്റി കുടിക്കാൻ അവർ ദളിതിൻ്റെ കൂടാരം വിട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കൂടുകൂട്ടി. വംശമായി, കൂട്ടമായി. ഇത് പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിലെ വചനമാണ്. സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിലും ഇതേ പദപ്രയോഗം നടത്തുന്നുണ്ട്. ദുരവസ്ഥ എന്ന കവിതയിൽ കുമാരനാശാൻ പറയുന്നത്, മുസ്ലിം ആയാൽ ഏത് ചെറുമനും തൊപ്പിയിട്ട് മാപ്പിളയായാൽ അന്തസ്സായി ജീവിക്കാം, ചെറ്റു പേടിക്കേണ്ട തമ്പുരാരെ ഒരാളെയും പേടിക്കേണ്ടെന്നാണ്. അതിൻ്റെ അർത്ഥം അന്ന് വീട് വിട്ടിറങ്ങിയത് അയിത്തോച്ചാടനത്തിനെതിരാണ്. അന്ന് ആ വീട് വിട്ടിറങ്ങിയത് ഉച്ചനീചത്വത്തിനെതിരാണ്. പിന്നെ അങ്ങോട്ട് വിളിക്കുന്നു. ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഗർവാപസി പറയുന്നവരോട് ഒരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാം, മതാധിഷ്ഠിത ഭരണമാവണം, മതേതര ഭരണമല്ല എന്ന് പറയുന്നവരോട് നമുക്ക് അങ്ങോട്ട് ചോദിക്കണം. അങ്ങോട്ട് വരാം, സങ്കല്പനയാണ്, അങ്ങോട്ട് വരാം. പക്ഷെ ഏത് ബർത്താണ് അവിടെ ഒഴിവുള്ളത്?
ഏത് ബർത്താണ് അവിടെ ഒഴിവുള്ളത്? ഒരു സുന്നിക്ക് വേണമെങ്കിൽ മുജാഹിദാവാം, ഒരു ജമാഅത്തുകാരന് വേണമെങ്കിൽ സുന്നിയാവാം. ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു പുലയന് വേണമെങ്കിൽ ഒരു ബ്രാഹ്മണനാവാൻ കഴിയില്ല, ഒരു തീയന് വേണമെങ്കിൽ ഒരു നായരാവാൻ കഴിയില്ല. മലബാറിലെ മുസ്ലിമീങ്ങൾ അനധികൃതമായി നേടുന്നു എന്ന 5-ാം മന്ത്രി വിവാദത്തെ തുടർന്നുണ്ടായ ഒരു ഐക്യമുണ്ട് SNDPയും NSSും. പക്ഷെ നാളിതുവരെ നടന്നിട്ടില്ല. നടക്കണമെന്നുണ്ടെങ്കിൽ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ മകളെ SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ മകന് കെട്ടിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്കൃതമായ ഐക്യബോധം ഉണ്ടാകണം അവിടെ. നാളിതുവരെ ഉണ്ടാവാത്ത കാലത്തോളം ഐക്യം വെറും വെടുവായുത്തം മാത്രമാണ്. ഗർവാപ്പസി വല്ലാതെ പറയേണ്ട കാര്യമില്ല. പണ്ട് അവിടം വിട്ടത് ഐക്യത്തിനെതിരാണ്. ഇനിയും ഐക്യത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഉച്ചനീചത്വത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? ആ കൊണ്ടുപോകുന്നതിലേക്ക് പോകാൻ ആളുകൾക്ക് മനസ്സുണ്ടാവില്ല. മറ്റൊരു കാര്യം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഗർവാപ്പസി പറയുന്നവർ തറവാട് കൂടുതൽ പറയുമ്പോൾ നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിൻ്റെയും ആര്യവൽക്കരണത്തിലേക്കല്ല, ദ്രാവിഡ തറവാട്ടിലേക്ക് പോകട്ടെ. ഇന്ത്യയുടെ ആദിമവാസി ദ്രാവിഡന്മാരാണ്. അവരാണ് ദസ്യുക്കൾ. അവർ അന്ന് മെസപ്പൊട്ടോമിയയിൽ കൊണ്ട് വന്നവരാണ്. ഇന്ത്യയിലെ ആദിമവാസികൾ ദസ്യുക്കളാണ് എന്നും അവർ ഏകദൈവ വിശ്വാസികളാണ് എന്നും ഡോക്ടർ അയ്യപ്പൻ തൻ്റെ ഭാരതപ്പഴമയിൽ പറയുന്നു. ഡോക്ടർ രാമകൃഷ്ണൻ നായർ ലോകചരിത്രം ക്രിസ്തുവിന് മുമ്പ് എന്ന പുസ്തകത്തിൽ പറയുന്നു. മഹാനായ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നു, ഇന്ത്യയുടെ ആദിമവാസികൾ ദസ്യുക്കളാകുന്ന ദ്രാവിഡന്മാരാണ്. അവരാവട്ടെ ഇന്ത്യയിലേക്ക് വന്നത് ആദ്യ കാലഘട്ടത്തിലാണ്. അവരാണ് മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൻ്റെ ഉടമകൾ. അവരാണ് ഇൻഡസ് വാലി സംസ്കാരത്തിൻ്റെ ആളുകൾ. അവർ ഇറാഖുകാരാണ് അഥവാ മെസപ്പൊട്ടോമിയക്കാരാണ്. ഇവർ തൗഹീദ് അംഗീകരിച്ചവരാണ്. ഋഗ്വേദം എന്നത് ചതുർവേദത്തിലെ ആദ്യത്തെ വേദമാണ്. അഖീദ പറയുന്ന പുസ്തകമാണ്. ഹിന്ദു ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ആ പഴയ കാലഘട്ടത്തിൻ്റെ ആദിമവാസികളുടെ വിശ്വാസത്തെ മാത്രം പറയുന്ന പുസ്തകമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിൽ പറയുന്നു, ഇവിടെ കടന്നു വന്ന ആദിമവാസികൾ ഏകം ബ്രഹ്മം, ദൈവം ഒന്നാണ് എന്ന് വിശ്വസിച്ചവരാണ്. അതാണ് അല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യം കടന്നു വന്നത് തൗഹീദാണ്, ഇസ്ലാമാണ് എന്ന് അതിൻ്റെ വ്യംഗ്യന്ധരേണയുള്ള മറ്റൊരർത്ഥം. മറ്റൊന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം കാലുകുത്തിയത് ഇന്ത്യയിലേക്കാണ്. ആദം നബി ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് 40 വട്ടം ഹജ്ജ് നിർവഹിക്കാൻ പോയത്. അതിൻ്റെ അർത്ഥം 39 വട്ടവും ആദം നബി ഇങ്ങോട്ട് മടങ്ങി വന്നു എന്നാണ്. അതിൻ്റെ മറ്റൊരു കാര്യം, ആദം നബി ആദ്യത്തെ കൊലപാതകം നടക്കുമ്പോൾ വിവരം പറഞ്ഞത് മക്കയിൽ വെച്ചുകൊണ്ടാണ്. ആദം നബിയുടെ ഒരു മകൻ കാബീൽ മറ്റൊരു മകനായ ഹാബീലിനെ കൊന്നപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ വാർത്ത കേൾക്കുന്നത് മക്കയിലെ മത്വാഫിൽ വെച്ചുകൊണ്ടാണ് തവാഫ് നിർവഹിക്കുമ്പോൾ. വിവരം അറിഞ്ഞു ആദം നബി. അറിഞ്ഞ ഉടനെ ഫറജാ ഇലൽ ഹിന്ദി, ഇന്ത്യയിലേക്ക് ആദം നബി മടങ്ങി വന്നു എന്ന് ഷെയ്ഖ്സാദയിൽ കാണാം. ബൈലാവിയുടെ ഹാഷിയാണ് ഷെയ്ഖ്സാദ. അതിൽ കാണാം ആദം നബി വിവരം അറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി. ദഹബ ഇലൽ ഹിന്ദി എന്നല്ല, റജാ ഇലൽ ഹിന്ദി, ഇന്ത്യയിലേക്ക് മടങ്ങി. അതിൻ്റെ അർത്ഥം ആദം നബി ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് പോയത്. അഥവാ ആദം നബിയുടെ കുടുംബം ഇന്ത്യയിലാണ്. ആദം നബി ഇന്ത്യക്കാരനാണ്. ആദം നബിൻ്റെ നാഷണാലിറ്റിയും ആദം നബിൻ്റെ പാസ്പോർട്ടും ഐഡൻറ്റിറ്റി കാർഡും റേഷൻ കാർഡും ആധാറും ഒക്കെ ഇന്ത്യയുടേതാണ്. ലോകത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ മുസ്ലിമാണ്. ആദ്യത്തെ ഇന്ത്യക്കാരൻ മുസ്ലിമാണ്. ഗർവാപ്പസി പറയുമ്പോൾ പൊക്കിൽ കൊടി ഇസ്ലാമിലേക്ക് വരേണ്ടി വരും. ആ രൂപത്തിൽ ഇന്ത്യ എല്ലാ മതങ്ങളുടേതുമാണ് എന്ന് വിചാരിച്ച് മുസ്ലിമീങ്ങൾ ഇവിടെ തറവാട് പറയണം. മൗദൂദി പറഞ്ഞു ലോകത്തൊക്കെ ഇസ്ലാമാണ്. മൗദൂദി പറഞ്ഞു ലോകത്തൊക്കെ ഇസ്ലാമാണ്. ലോകമൊക്കെ ഇസ്ലാമാകുക എന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകണം. ഇസ്ലാമിക രാജ്യമാകാൻ മൗദൂദി തീരുമാനിച്ചിട്ട് നടക്കുമോ? 800 കൊല്ലക്കാലം മുഗൾ ചക്രവർത്തി പറഞ്ഞ എല്ലാ അമ്പാരിയും സകലമാന പട്ടാള മേധാവിത്വവും സകല ഖജനാവുകളും ഉണ്ടായ കാലഘട്ടത്തിലും ഒരു രജപുത്രൻ പോലും ചോദ്യം ചെയ്യാനില്ല എന്ന് ഉറപ്പുണ്ടായ കാലഘട്ടത്തിലും ബാബർ മുതൽ ബഹദൂർ ഷാ സഫർ വരെ ഒരാളും ഇസ്ലാമിക രാജ്യം പറഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യൻ്റെ മണ്ണും ഇന്ത്യൻ്റെ മനസ്സും ബഹുസ്വരതയാണ്, ബഹുമുഖതയാണ്. ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വമാണ് എന്ന് മുഗൾ ചക്രവർത്തിമാർക്കറിയാം. മൗദൂദി വായിച്ചിട്ടുള്ളത് വികലമായ ചിന്തകളാണ്. അയാൾ പറഞ്ഞു ഇസ്ലാം ആവണം ഇന്ത്യ, എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കും. മതേതര സങ്കല്പം തനി കുഫിരിയത്താണ്. മതേതരം പാടില്ല എന്ന് പറഞ്ഞ മൗദൂദി ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ തീരുമാനിച്ചതും വേദങ്ങളുടെ ഭരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ ഭരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഗോൾവാൾക്കറുടെ നിലപാടും അപകടമാണ് എന്നാണ് ചർച്ചയിലുടനീളം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഗോൾവാൾക്കറിസത്തിലേക്കും മൗദൂദിസത്തിലേക്കും രാജ്യം പോകുന്ന മതാധിഷ്ഠിത പ്രക്രിയ നാടിൻ്റെ അപകടവും, മറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരും ഭരണഘടനാ ശില്പികളും രാജ്യത്തിൻ്റെ മതാധ്യക്ഷന്മാരും വിഭാവന ചെയ്ത ഭാരതാംബയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സുന്ദരമായിരിക്കുന്ന കാഴ്ചപ്പാടും അതാണ് മതേതരത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക.
മതേതരത്വത്തിന് എവിടെ പൊട്ടും പൊളിയും ഉണ്ടാകുന്നുവോ അവിടെ ജനാധിപത്യം തകർക്കപ്പെടും. ജനാധിപത്യത്തിന് എവിടെ മുടന്ത് സംഭവിക്കുന്നുവോ അവിടെ ഭാരതം മൂക്കുകൊത്തിക്കൊണ്ട് വീഴും. ആ വീഴ്ചയിൽ നിന്നുകൊണ്ട് ഉയരെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ത്യക്ക് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഭാരതത്തിന് ഒരുപാട് തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സംഭവിച്ചിട്ടുള്ള വർഗീയ കലാപങ്ങൾ, അതിലുപരി അടിയന്തരാവസ്ഥ, അത് ജനാധിപത്യത്തിന്റെ കറുത്ത നാളാണ്. ബാബരി മസ്ജിദിന്റെ തകർച്ച, അത് മതേതരത്വത്തിന്റെ തകർച്ചയാണ്. എന്ന പോലെ തന്നെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മുടന്തും പൊട്ടും പൊളിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സ്വാതന്ത്ര്യാനന്തരത്തിൽ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യമായിരുന്ന ദക്ഷിണാഫ്രിക്കയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ സ്വജനപക്ഷപാതത്തിലേക്കും സാമ്രാജ്യത്വത്തിന്റെ പാദസേവകനിലേക്കും അതിലപ്പുറത്ത് ഏകാധിഷ്ഠിത ഭരണത്തിലേക്കും പോയപ്പോൾ ബഹുസ്വരത കാത്തത് നമ്മുടെ ഭാരതമാണ്. ആ ഭാരതമാണ് ഇന്നും നിലനിൽക്കാൻ അവകാശപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യ എന്നും ഉയരേണ്ടത് ജനാധിപത്യ സംവിധാനത്തിലും മതേതരത്വ കാഴ്ചപ്പാടിലുമാണ്. ഫാസിസവും വർഗീയതയും തീവ്രവാദവും നമ്മുടെ നാടിന് അപകടമാണ്. ഈ അപകടത്തെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ മനുഷ്യജാലിക നാളിതുവരെ നടന്നത്. ആ SK7 കാഴ്ചപ്പാടുകളിലൂടെയാണ് ഇന്നും കണ്ടുവരുന്നത്. ഇവിടെ പരാമർശിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞു, തീവ്രവാദത്തിന്റെ ലെവലേഷങ്ങളില്ല, ഏതെങ്കിലും സംഘടനകളോട് കോംപ്രമൈസ് ആയാൽ അന്ന് നാട് അപകടത്തിൽപ്പെടുമെന്ന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വെട്ടി തുറന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ NDF-ന്റെ സംസ്ഥാന നേതാവിനെ കൺവീനറായി തിരുവനന്തപുരത്ത് വലിയ സമ്മേളനം നടത്താൻ വേണ്ടി SNDP-നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചില ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ അതിന് കണ്ണിയാവുകയും ചെയ്തപ്പോൾ അവസാനിപ്പിക്കണമെന്നും അവരുമായി കോംപ്രമൈസ് ആകുന്ന വികസന മുന്നണികളിലും ന്യൂനപക്ഷ സംഘടനകളിലും നാം പങ്കുവഹിക്കുന്നത് അപകടമാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിനെ നഖശിഖാന്തം എതിർത്തപ്പോൾ അത്രയും വേണ്ട, അവരുമായിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി SKSF എടുത്ത പണ്ടത്തെ നിലപാട് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയും ഇന്ന് കണ്ടെത്തിയ SKSF-ന്റെ നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ SKSF എന്നൊരു തീരുമാനം എന്നെടുത്തിട്ടുണ്ടോ അത് ദൈക്ഷണികരുടെയും ദീർഘദൃഷ്ടിയുടെയും ഉലമാഇന്റെ തീരുമാനമാണ്. ആ ഉലമാക്കളുടെ തീരുമാനത്തിൽ നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ കൊണ്ട് SKSF-ന്റെ ഓരോ നിലപാടുകളും വർഗീയതക്കെതിരായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ വർഗീയതക്കെതിരെ മുന്നോട്ട് പോയത് കൊണ്ടാണ് മാറാട് പള്ളി അടച്ചുപൂട്ടിയ സമയത്ത് മാറാട്ട പള്ളി തുറക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുന്നത് SKSF-നെയാണ്. SKSF അല്ലാതെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് പോലും തീരുമാനിച്ചത് അവിടെയാണ്. എന്നാണെങ്കിൽ മുസ്ലിം യുവതയെ ഷണ്ഡീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. തർബിയത്തുൽ ഇസ്ലാം സഭയും പൊന്നാനി മഅ്നത്തുൽ ഇസ്ലാം സഭയും ബജ്റംഗ് ദൾ റെയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് ഗവൺമെന്റ് ഏജൻസിക്കാവാം, പോലീസുകാർക്കാവാം, കോടതി നിശ്ചയിക്കുന്ന കമ്മീഷനാവാം, ബജ്റംഗ് ദളിനും സംഘപരിവാറിനും പാടില്ല എന്ന് പറഞ്ഞ് തലേ ദിവസം പത്രസമ്മേളനം നടത്തുകയും സുബഹി നമസ്കാരാനന്തരം നൂറുകണക്കിന് ആളുകൾ തർബിയത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ട് തർബിയത്തിന് പ്രൊട്ടക്ഷന്റെ കരവലയം സൃഷ്ടിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ പോലീസിന്റെ കാക്കിക്ക് വില കണ്ടു, കമ്മീഷണർ ഇടപെട്ടു. ബജ്റംഗ് ദളിനെ മുതലക്കുളത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ പിരിച്ചുവിടാൻ ഉജ്ജ്വലമായിരിക്കുന്ന ഇച്ഛാശക്തിയും കർമ്മബോധവും പോലീസ് പ്രകടിപ്പിച്ചു. ഇന്നുണ്ടെങ്കിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, തീവ്രവാദവുമായി കോംപ്രമൈസ് ഇല്ലാത്ത, വർഗീയതയുമായി കൊണ്ട് ലോഹ്യമില്ലാത്ത, ഫാസിസ്റ്റുകളെ നഖശിഖാന്തം എതിർക്കുന്ന അതേ സംഘടന മുസ്ലിം യുവതയെ ഷണ്ഡീകരിക്കാതെ സ്വത്വബോധത്തിന് വേണ്ടിയും രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയും ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്നു എന്ന വിശാല കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലേക്കാണ് ഇന്നെല്ലാ ആളുകളും, സ്വാമിജിയും ഫാദറും രാഷ്ട്രീയ പ്രബുദ്ധതയുടെ സാംസ്കാരിക നായകന്മാരും ഒക്കെ പറഞ്ഞത്. നാടിന്റെ അപകടം തിരിച്ചറിയാൻ കഴിയണം. തീവ്രവാദത്തിനെതിരെ SKSF മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട്, ഫാസിസ്റ്റുകൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും എടുത്തുള്ള നിലപാട്, ആ നിലപാടിൽ നിന്ന് ആ വൃത്തത്തിന്റെ അകത്തുനിന്നുകൊണ്ട് ഈ ക്യാമ്പയിനെ, ഈ സെമിനാറിനെ, ഈ ചർച്ചയെ കൊണ്ടുപോയ മുഴുവൻ സാംസ്കാരിക മത രാഷ്ട്രീയ നേതാക്കളുടെയും കാഴ്ചപ്പാടുകളെ സമ്മിശ്രമായി SKSF സ്വാഗതം ചെയ്യുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ഈ സെഷൻ്റെ സമാപന സന്ദേശം നിർവഹിച്ചുകൊണ്ട് SKSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ നവാസ് H. പാനൂർ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരണീയരായ
വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ബഹുസ്വരം എന്ന ഈ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ ആശങ്കകൾ പലതുമുണ്ടെങ്കിലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും കിരണങ്ങൾ അവസാനിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഇവിടെ സംസാരിച്ച രാഷ്ട്രീയ മത നേതാക്കന്മാർ നമുക്ക് നൽകിയത്. കർവാപ്പസി പോലെയുള്ള പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ മതം മാറ്റത്തിനു പകരം മനം മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഈ സെമിനാർ പങ്കെടുത്ത വിവിധ മതരാഷ്ട്രീയ നേതാക്കന്മാരുടെയും അഭിപ്രായങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ യശസ് ഉയർന്നു നിന്നത് വളരെ പ്രൗഢമായ 2 മതങ്ങൾക്ക് രാജ്യം ജന്മം നൽകിയപ്പോൾ 2 മഹത്വമായ 2 മതങ്ങൾക്ക് സ്വാഗതമോദിയ പാരമ്പര്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെത്. വിവിധ ജാതി മത വർഗ വർണ്ണങ്ങൾ രാജ്യത്ത് സമന്വയിച്ചപ്പോൾ പാകിസ്ഥാനില്ലാത്ത, നേപ്പാളിനില്ലാത്ത, വത്തിക്കാനില്ലാത്ത ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബഹുസ്വര സംസ്കാരത്തിൻ്റെ വക്താക്കളായി മാറുവാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. പക്ഷേ ഈ നാനാത്വത്തിലെ ഏകത്വം എന്ന സന്ദേശം തച്ചു തകർത്തുകൊണ്ട് വർഗീയവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചു വാങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും നിന്നുകൊണ്ട് തലേക്കെട്ടിൻ്റെയും താടിയുടെയും പിൻബലത്തിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവർ അവരെ ഈ സമുദായം വെച്ചു പൊറുപ്പിക്കില്ല എന്ന സന്ദേശമാണ് ഈ സമ്മേളനത്തിൽ പറയുവാനുള്ളത്. രാജ്യത്തുള്ള എല്ലാ മതേതര രാഷ്ട്രീയ മതസംഘടനകളും BJPയുടെ വർഗീയവാദ പ്രവർത്തനങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കുമ്പോഴും കേരളത്തിലെ ഒരു വലിയ മതപണ്ഡിത സഭ എന്ന് സ്വയം അവരോധിക്കുന്ന ആളുകൾ ചാനലുകൾ കയറിയിരുന്നു കൊണ്ട് BJPക്ക് വേണ്ടിയും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമീപനത്തിന് രാജ്യം വലിയ വില നൽകേണ്ടി വരും. ഇത് തിരിച്ചറിയുവാൻ നമ്മുടെ കേരളീയ പൊതുസമൂഹം തയ്യാറാകണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. വർത്തമാന കാലത്ത് എല്ലാ മതങ്ങളും നൽകുന്ന സന്ദേശം ശാന്തിയുടെയും സമാധാനത്തിൻ്റെതുമാണ് എന്നാണ് ഇവിടെ സംസാരിച്ച മുസ്ലിം മതപണ്ഡിതന്മാരും ക്രിസ്തീയ ഫാദറും അതുപോലെ തന്നെ ഹൈന്ദവ മതവിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സാമിയും നൽകിയ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ എല്ലാ മതങ്ങളും നൽകുന്ന സന്ദേശം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയുമാണ്. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മതങ്ങൾ മനുഷ്യനെ നന്നാക്കുകയാണ് വേണ്ടതെങ്കിൽ ഇന്ന് ചില ആളുകൾ മതങ്ങളെ നന്നാക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ദൂരവ്യാപകമായ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നതിലേക്കാണ് ഈ സെമിനാർ നൽകുന്ന സന്ദേശം. ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾക്ക് കാര്യമായ പ്രസക്തിയില്ല. ഇന്ത്യ രാജ്യത്തിന് മഹിതമായ പാരമ്പര്യവും സംസ്കാരവും ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് അധികാരം പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അതിൻ്റെ പേരിൽ പണിയെടുക്കുന്നുണ്ടോ എങ്കിൽ അതിന് ദീർഘായുസില്ല. അത് നീർക്കുമ്പളയുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് എക്കാലവും നിലനിൽക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംസാരിച്ച സ്വാമിയാണെങ്കിലും ഫാദർ ആണെങ്കിലും മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും സംസാരിച്ചപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ മതേതര ഐക്യത്തിനും സമാധാനവും നിലനിർത്തുവാൻ പാണക്കാട് കുടുംബത്തോട് കൊണ്ട് പ്രവർത്തിച്ച കറപുരലാത്ത ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അത് സമസ്ത കേരള വിദ്യാർത്ഥി സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ മാത്രമാണ് എന്ന ഒരേ ഒരു കോണിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ മത നേതാക്കന്മാർ സംസാരിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ചെയർ നിയന്ത്രിച്ച ഡോക്ടർ NAM അബ്ദുൽ ഖാദർ സാഹിബ്, യു ഷാഫി ഹാജി ചമ്മാട്, നമ്മുടെ ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ MP, നമ്മുടെ ഈ പരിപാടിയിൽ ഈ സദസ്സിനെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ സന്ദേശങ്ങൾക്ക് അതിശക്തമായ പ്രൗഢി നൽകിക്കൊണ്ട് സംസാരിച്ച പ്രിയപ്പെട്ട P സുരേന്ദ്രൻ, ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, TV ചന്ദ്രമോഹനൻ, സ്വാമി ഗുരു രത്നം ജ്ഞാന തപസ്സി,
അതുപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായി വിഷയം ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിച്ച നാസർ ഫൈസി കൂടത്തായി, KKS തങ്ങൾ വെട്ടിച്ചിറ, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ നന്ദി, അഹമ്മദ് തെർലായി, EP കമറുദ്ദീൻ, PA ഷിഹാബുദ്ദീൻ, KP കോയ, KP മുഹമ്മദ് കുട്ടി, അഡ്വക്കേറ്റ് ഫൈസൽ പുത്തനലി, PS മുഹമ്മദ് കുട്ടി ബാക്കവി, ആറ്റൂർ അബുഹാജി അടക്കമുള്ള ഈ സായം സന്ധ്യയിൽ ഏറ്റവും മനോഹരമായ ഈ സംഗമത്തിൽ പങ്കാളികളായ സമസ്തകല സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ വിളിയാളം കേട്ടുകൊണ്ട് സമർക്കന്ദിലേക്ക് വിജ്ഞാന വിപ്ലവത്തിന്റെ സന്ദേശം മുഴക്കുന്ന സമർക്കന്ദിലേക്ക് ഓടിയെത്തിയ മുഴുവൻ സംഘടനാ ബന്ധുക്കൾക്കും ശ്രോതാക്കൾക്കും സമസ്തകല സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സമർക്കന്ദിന്റെ 1000 ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. അടുത്തതായി നഗരിയിൽ വെച്ച് അസ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുകയാണ്.